ഹായ്, ഞങ്ങളെല്ലാവരോടും ഒരുങ്ങി എവിടെ പോകണമെന്നല്ലേ? അശ്വതി ചേച്ചിയുടെ കല്യാണത്തിന് പോവാം. അമ്മയും ഞാനും കുഞ്ഞിപ്പെണ്ണും നന്ദുചേട്ടനും രാഹുലിയേട്ടനും കുക്കു ചേച്ചി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അശ്വതി ചേച്ചിയുടെ കല്യാണത്തിന് പോവാം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഞാനും കുക്കു ചേച്ചി ഒരു വണ്ടിയിലും രാഹുലിയേട്ടനും അമ്മയും നന്ദുചേട്ടനും വേറൊരു വണ്ടിയിലുമാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരെ ഉള്ളായിരുന്നു. പടനിലത്ത് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ നമ്മൾ പടനില അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നന്ദുചേട്ടനും രാഹുലിയേട്ടനുമാണ് ഈ പോകുന്നത്. ഞാനും കുക്കു ചേച്ചിയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറകിന് വരികയാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേനും നമ്മുടെ അവിടെയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് വെള്ളം കുടിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മൾ മണ്ഡപത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വെള്ളം കുടിക്കാൻ പോയത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് നമ്മൾ ഇരുന്നില്ല. നമുക്കിരുന്ന് കഴിഞ്ഞാൽ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെറുക്കനെ സ്വീകരിക്കാൻ എല്ലാവരും പോയായിരുന്നു. പിന്നെ പെണ്ണ് വരുന്നതാണിത്. അങ്ങനെ താലപ്പൊലിയൊക്കെ ആയിട്ട് പെണ്ണൊക്കെ വന്നു കഴിഞ്ഞ് നേരെ മണ്ഡപത്തിൽ കയറിയിരുന്നു. അങ്ങനെ ഇതാണ് അശ്വതി ചേച്ചി. അങ്ങനെ ചെറുക്കനും പെണ്ണുമൊക്കെ ഇരുന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ട് നേരെ താലികെട്ട് ചടങ്ങിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണോണ്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയി നിന്ന് അങ്ങനെ താലി കെട്ടുമ്പോൾ ഇടാനുള്ള പൂക്കളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ അച്ഛൻ താലിയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് താലി കെട്ടിലൊക്കെ പോവുകയാണ്. താലികെട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് റിംഗ് എക്സ്ചേഞ്ച് ആണ് നടത്തിയത്. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് കാലിൽ മിഞ്ചി ഇട്ട് കൊടുക്കുന്നതൊക്കെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. കല്യാണം സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം അവരുടെ വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ ഇരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. അങ്ങനെ നമ്മുടെ അപ്പുറത്ത് അമ്മയും കുഞ്ഞിപ്പെണ്ണും പിള്ളേരും എല്ലാവരും കൂടെ ഭയങ്കര കഥ പറച്ചിലും ഗുസ്തിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ പന്തിയിലേക്ക് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മളെല്ലാം കഴിക്കാൻ കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങളുടെ അനിയനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ചോറും പരിപ്പും എല്ലാം വന്ന് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഇലയൊക്കെ മടക്കി നമ്മൾ നമ്മുടെ നാരങ്ങയൊക്കെ എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ബൈ.